മനുഷ്യന്റെ നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന അടിസ്ഥാന ചോദ്യത്തിന് മധുരം, പുളി, ഉപ്പ് എന്നിവയ്ക്കൊപ്പം ഇന്ന് ശാസ്ത്രലോകം ഉമാമി എന്നൊരു അഞ്ചാമത്തെ രുചിയെ കൂടി ഇതിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ജാപ്പനീസ് ഭാഷയിൽ രുചികരമായത് എന്നർത്ഥം വരുന്ന ഈ സ്വാദ് ഇന്ന് ലോകമെമ്പാടുമുള്ള ഹോട്ടൽ വ്യവസായത്തിന്റെ വജ്രായുധമാണ്. എന്നാൽ ഒരു സ്വാദ് എങ്ങനെയാണ് അടിസ്ഥാന രുചി എന്ന ഔദ്യോഗിക ശാസ്ത്ര പദവിയിലേക്ക് ഉയർന്നത് എന്ന് പരിശോധിച്ചാൽ അതിനു പിന്നിൽ ശാസ്ത്രത്തിന്റെ ശുദ്ധമായ കണ്ടെത്തലുകൾ മാത്രമല്ല, കച്ചവട താൽപ്പര്യങ്ങളുമുണ്ടെന്ന് കാണാം. ശാസ്ത്രം കമ്പോളത്തിന് വഴിമാറിക്കൊടുക്കുന്നതിന്റെ ക്ലാസിക് ഉദാഹരണമാണ് ഉമാമിയുടെയും അജിനാമോട്ടോയുടെയും ചരിത്രം. 1908 പ്രൊഫസർ കിക്യുനെ ഇക്കേഡയാണ് കടൽപ്പായലിൽ നിന്ന് ഗ്ലൂട്ടാമേറ്റ് വേർതിരിച്ചെടുത്തത്. അദ്ദേഹം ഈ പുതിയ രുചിയെ ഉമാമി എന്ന് വിളിച്ചു. പ്രകൃതിദത്തമായി തക്കാളിയിലും കൂണിലും പഴകിയ ചീസിലുമൊക്കെ ഈ ഘടകമുണ്ടെങ്കിലും ഇക്കേഡ ഇതിനെ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് MSG എന്ന കൃത്രിമ ലവണം അഥവാ അജിനാമോട്ടോ ആക്കി മാറ്റി. തുടർന്ന് സബൂരോസുഗെ സുസുക്കി എന്ന വ്യവസായിയുമായി ചേർന്ന് 1909 മെയ് 20 അദ്ദേഹം അജിനാമോട്ടോ എന്ന കമ്പനി സ്ഥാപിച്ചു. രുചിയുടെ സാരാംശം എന്നാണ് ഇതിന്റെ അർത്ഥം. ഇവിടെയാണ് ശാസ്ത്രവും വ്യവസായവും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ആരംഭിക്കുന്നത്. അജിനാമോട്ടോയ്ക്ക് ഒരു സാധാരണ കെമിക്കൽ അഡിറ്റീവായി വിപണിയിൽ തുടരാൻ താൽപ്പര്യമില്ലായിരുന്നു. ഉപ്പും പഞ്ചസാരയും പോലെ ഇതിനെ മാറ്റിയെടുക്കാൻ കമ്പനി തീരുമാനിച്ചു. അങ്ങനെ ചെയ്താൽ ഒരു സർക്കാരിനും ഇതിനെ നിരോധിക്കാനാകില്ല എന്ന് അവർ മനസ്സിലാക്കി. 1980-കളിൽ ഉമാമിയെ അഞ്ചാമത്തെ അടിസ്ഥാന രുചിയായി അംഗീകരിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ നടന്ന വലിയ ശാസ്ത്രീയ സിംപോസിയങ്ങൾക്കും ഗവേഷണങ്ങൾക്കും പിന്നിൽ അജിനാമോട്ടോ കമ്പനിയുടെ വൻതോതിലുള്ള സാമ്പത്തിക സഹായം, ഫണ്ടിംഗ് ഉണ്ടായിരുന്നു. ഒടുവിൽ 2000 മനുഷ്യന്റെ നാവിൽ ഗ്ലൂട്ടാമേറ്റ് തിരിച്ചറിയാൻ പ്രത്യേക ടേസ്റ്റ് റിസപ്റ്ററുകളുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതോടെ കമ്പനിയുടെ ലക്ഷ്യം പൂർത്തിയായി. ഉമാമി ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ടു. ഇന്ന് വർഷം തോറും 75,000 കോടിയിലധികം ഇന്ത്യൻ രൂപയുടെ വിറ്റുവരവുള്ള ആഗോള ഭീമനാണ് അജിനാമോട്ടോ. എന്നാൽ ഇന്നും വലിയ വിഭാഗം ശാസ്ത്രജ്ഞർ ഇതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. ഉപ്പോ മധുരമോ പോലെ തനിയെ കഴിച്ചാൽ ഉമാമിക്ക് ഒരു രുചിയുമില്ല. ചേരുമ്പോൾ മറ്റു രുചികളിലേക്ക് നാവിന് ടേസ്റ്റ് എൻഹാൻസർ മാത്രമാണിത്. എന്നിട്ടും ഇതിന് അടിസ്ഥാന രുചി എന്ന പദവി ലഭിച്ചതിന് പിന്നിൽ കോർപ്പറേറ്റ് സ്വാധീനമല്ലാതെ മറ്റൊന്നുമല്ല. കുറഞ്ഞ ചിലവിൽ മോശം ഭക്ഷണപദാർത്ഥങ്ങൾക്ക് പോലും നാവിനെ വശീകരിക്കുന്ന സ്വാദ് നൽകാൻ കഴിയുമെന്നതാണ് ഹോട്ടൽ വ്യവസായത്തെ അജിനാമോട്ടോയുടെ അടിമകളാക്കിയത്. എന്നാൽ ഈ കോർപ്പറേറ്റ് ലാഭക്കൊഴുപ്പിന് മനുഷ്യൻ നൽകേണ്ടി വരുന്നത് സ്വന്തം ആരോഗ്യമാണ്. 1960-കളിൽ അമേരിക്കയിൽ MSG അടങ്ങിയ ഭക്ഷണം കഴിച്ചവരിൽ വ്യാപകമായി തലവേദന, അമിതമായി വിയർക്കുക, തലചുറ്റൽ, നെഞ്ചുതരിച്ചിൽ, ഓക്കാനം എന്നിവ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ശാസ്ത്രലോകം ഇതിനെ ചൈനീസ് റെസ്റ്റോറന്റ് സിൻഡ്രോം എന്ന് വിളിച്ചു. അമിതമായി ശരീരത്തിലെത്തുമ്പോൾ ഇത് മനുഷ്യന്റെ നാഡീവ്യൂഹത്തെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. ഇതിലും ക്രൂരവും അപകടകരവുമായ മറ്റൊരു വശം ആഗോള വിപണിയിലെ ഇരട്ടത്താപ്പാണ്. വികസിത രാജ്യങ്ങളായ യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് കിങ്ഡം എന്നിവിടങ്ങളിൽ ശിശുക്കളുടെ ഭക്ഷണങ്ങളിലും ഇൻഫന്റ് ഫോർമുലകളിലും MSG നേരിട്ടോ അല്ലാതെയോ ചേർക്കുന്നത് പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള മൂന്നാം ലോക രാജ്യങ്ങളിലെ ദുർബലമായ നിയമവ്യവസ്ഥയെ ചൂഷണം ചെയ്ത് വൻകിട കമ്പനികൾ ബേബി ഫുഡുകളിൽ പോലും ഇത് ഒളിച്ചുകടത്തുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ചേർക്കുന്നത് നേരിട്ടല്ല, മറിച്ച് മറ്റു പല പേരുകളിലാണ്. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക. ഹൈഡ്രോലൈസ്ഡ് വെജിറ്റബിൾ പ്രോട്ടീൻ, ഈസ്റ്റ് എക്സ്ട്രാക്ട് തുടങ്ങിയ ചതിപ്പേരുകളിലാണ് കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ ഇത് കൂട്ടിയിളക്കുന്നത്. മുലപ്പാലിന് സമാനമായ രുചി അവർ കൃത്രിമമായി ഉണ്ടാക്കുന്നു. ഇത് കുഞ്ഞുങ്ങളെ ഭക്ഷണത്തിന് അടിമകളാക്കാനുള്ള ക്രൂരമായ തന്ത്രമാണ്. മുതിർന്നവരെക്കാൾ വേഗത്തിൽ കുട്ടികളുടെ തലച്ചോറിനെയും നാഡീവ്യൂഹത്തെയും ഇത് ദോഷകരമായി ബാധിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഭക്ഷണപ്പൊതികളിൽ E621 എന്ന് കൃത്യമായി രേഖപ്പെടുത്തണം. രുചിയുടെ പിന്നിലെ ഈ വില്ലനെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അമിതമായാൽ അമൃതും വിഷം എന്നോർക്കുക, പ്രത്യേകിച്ചും ഇത്തരം രാസവസ്തുക്കൾ. എന്നാൽ ഇന്ത്യയിൽ ഫാസ്റ്റ് ഫുഡ് കേന്ദ്രങ്ങളിലും റെസ്റ്റോറൻറ്റുകളിലും രുചി കൂട്ടാൻ ഇത് വൻതോതിൽ വാരിത്തൂവുമ്പോഴും ഉപഭോക്താവിന് അജിനാമോട്ടോ ഇല്ലാത്ത ഭക്ഷണം തിരഞ്ഞെടുക്കാനുള്ള യാതൊരു അവകാശവും ഹോട്ടലുകൾ നൽകാറില്ല. പച്ചയടക്കയോ കടുപ്പമുള്ള ചായയോ കഴിക്കുമ്പോൾ നാവിനുണ്ടാകുന്ന വരൾച്ചയാണ് ചവർപ്പ്. ഇതൊരു ഭൗതിക പ്രതികരണമാണ്. അതിനാൽ ശാസ്ത്രം ഇതിനെ അടിസ്ഥാന രുചികളിൽ ഉൾപ്പെടുത്തിയില്ല. എന്നാൽ ഒരു ബഹുരാഷ്ട്ര കമ്പനിയുടെ വ്യവസായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉമാമി എന്ന കൃത്രിമ ലവണത്തിന് ചുവപ്പ് പരവതാനി വിരിക്കുകയും ചെയ്തു. ശാസ്ത്രീയ കണ്ടെത്തലുകൾ മാനവരാശിയുടെയും വരും തലമുറയുടെയും നന്മയ്ക്കായി ഉപയോഗിക്കുന്നതിനു പകരം വൻകിട കോർപ്പറേറ്റുകളുടെ പണക്കൊഴുപ്പിൽ കമ്പോള താൽപ്പര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉമാമി. ലാഭത്തിനു വേണ്ടി ജനങ്ങളുടെയും പിഞ്ചുകുഞ്ഞുങ്ങളുടെയും ആരോഗ്യത്തെ പണയം വയ്ക്കുന്ന ഈ ഹോട്ടൽ പാക്കറ്റ് ഭക്ഷണ സംസ്കാരത്തിനെതിരെ
ശാസ്ത്രത്തിൻ്റെ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ ശക്തമായ ജനകീയ ബോധവൽക്കരണം ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.